ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള സിനിമാ സ്ക്രീനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള രണ്ട് പ്രധാന തീരുമാനങ്ങൾ തിങ്കളാഴ്ച ജൂൺ 29 വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രഖ്യാപിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്. മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ചലച്ചിത്ര നിർമ്മാണം, വിതരണം, നൂതന സാങ്കേതികവിദ്യകൾ സ്വീകരിക്കൽ എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് അടിയന്തര ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വൈഷ്ണവ് നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായി മന്ത്രാലയം ഒരു ഉന്നതതല പഠന സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. വ്യവസായ വിദഗ്ധരും സാങ്കേതിക പങ്കാളികളും ഉൾപ്പെടുന്ന ഈ സംഘത്തിന് പ്രസൂൺ ജോഷി നേതൃത്വം നൽകും. ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലുള്ള അവസരങ്ങളും വെല്ലുവിളികളും പഠിക്കുകയും മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമകളെ കൂടുതൽ മത്സരക്ഷമതയുള്ളതാക്കുന്നതിനുമുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ലോകവിപണികളിൽ ഇന്ത്യൻ സിനിമകളെ കൂടുതൽ മത്സരക്ഷമതയുള്ളതാക്കുന്നതിനുള്ള നടപടികൾ, സിനിമയിൽ കൃത്രിമബുദ്ധിയും വെർച്വൽ നിർമ്മാണവും ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ സ്വാധീനവും അവ ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതും ഈ സംഘം പരിശോധിക്കും. കൂടാതെ ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് വിപണിയിൽ നിന്ന് സ്ഥാപനപരമായ ധനസഹായം നേടുന്നതിനുള്ള വഴികൾ, പുതിയ ഫണ്ടിംഗ് ഓപ്ഷനുകൾ, നിർമ്മാണത്തിനും വിതരണത്തിനുമായി പണം സ്വരൂപിക്കുന്നതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയും സംഘം പഠനവിധേയമാക്കും. സംസ്ഥാന സർക്കാരുകളുമായും മറ്റ് പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിച്ച് മികച്ച രീതികൾ തിരിച്ചറിയുകയും ഇന്ത്യൻ സിനിമയുടെ ദീർഘകാല വളർച്ചയ്ക്കായി ഒരു സമ്പൂർണ്ണ നയ ചട്ടക്കൂട് ശുപാർശ ചെയ്യുകയും ചെയ്യും. രാജ്യത്തുടനീളമുള്ള പ്രസക്ത പങ്കാളികളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷം 3 മാസത്തിനുള്ളിൽ സംഘം മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. സിനിമാശാലകളുടെയും തിയേറ്ററുകളുടെയും നിയന്ത്രണം സംസ്ഥാന സർക്കാരുകളുടെ അധികാരപരിധിയിൽ വരുന്നതിനാൽ സംസ്ഥാനങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അംഗീകാര പ്രക്രിയകൾ, സിനിമാ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് പ്രത്യേകിച്ച് ചെറിയ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടുന്നതിനായി പങ്കാളികളുമായി വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഒരു കൂട്ടം മോഡൽ സ്റ്റേറ്റ് സിനിമാ നിയന്ത്രണങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ മോഡൽ നിയമങ്ങൾ എല്ലാ സംസ്ഥാന സർക്കാരുകളുമായും പങ്കുവയ്ക്കുകയും അവ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നടപടികൾ ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും സിനിമാ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും സർഗാത്മകത, സംസ്കാരം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും മേഖലയെ കൂടുതൽ ആധുനികവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമാക്കുകയും ചെയ്യുമെന്ന് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു.